ഹലോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടും പോകുന്നത്. അപ്പോൾ മുന്തിരി, പപ്പായ, ബത്തക്ക, പിന്നെ ബത്തക്ക വെള്ളം, പിന്നെ ജ്യൂസായിട്ട് ഷമാമിൻ്റെ ഷേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പൂരി ഉണ്ടായിരുന്നു, പൂരി ബാജി കറിയും, പിന്നെ ഒരു സമൂസ പോലത്തെ സാധനം, പിന്നെ ചിക്കൻ റോള് ആൻഡ് ഉള്ളിവടൻ്റെ പോലത്തെ ബോണ്ട, അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ അതും ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ എൻ്റെ റബ്ബേൻ്റെ അനിയത്തി ഓള് എന്തിനാണ് ആദ്യം തന്നെ ഇരിക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഓള് ഫസ്റ്റ് തന്നെ വന്നിരിക്കും. ഓള് ഫസ്റ്റ് തന്നെ ഓളെ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവളൊരു കിടത്തം. ഓ, അതാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഒക്കെ നോക്കാൻ എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്? അപ്പോൾ വേനൽമഴൻ്റെ ഒരു സാധ്യത ചില ജില്ലകളിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചില ജില്ലകളിൽ നല്ല മഴയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ കണ്ണൂർ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ 2:30 ഇടുന്ന സമയമായതുകൊണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയം നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ വെള്ളം എങ്ങനെ കിട്ടിയാൽ മതി. അപ്പോൾ നോമ്പ് തുറന്നപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൂടുതലായിട്ട് കുടിച്ചതും വെള്ളം ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഞാൻ നോക്കിയത്. ബട്ട് എന്നാലും നമ്മൾ കട്ട്ലേറ്റൊക്കെ തിന്നാൻ മറക്കുമോ? ഇനി ഞാൻ ജ്യൂസിലെല്ലാത്തിലും ഐസ് ഞാൻ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഞാൻ ബോട്ടിൽ ഐസാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ അത് ഇതാക്കിയിട്ട് അത് മൊത്തത്തിൽ ഇടിച്ചിട്ടപ്പം എല്ലാത്തും ജ്യൂസിൽ മൊത്തം ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബത്തക്ക വെള്ളമൊക്കെ ശരിക്കും ബത്തക്ക ഉണ്ട് എന്ന് തന്നെ അറിയാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുടിച്ച് തീർത്തിട്ടുണ്ട്. ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം ഞങ്ങളെ പോപ്പി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ എൻ്റെ നേരായിട്ട് ഓനൊരു കസാലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓനക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഓനും കഴിക്കും. അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓനോട് ഇങ്ങനെ നോക്കി വയ്ക്കും. ഓൻ എന്നോട് ഇങ്ങനെ സംസാരിക്കും, എന്തെല്ലോ പറയും. അങ്ങനെയാണ് നമ്മളെ നോമ്പ് തുറ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമാണ് കൂടുതലായിട്ട് ഫാമിലീസ് ഡിന്നറിന് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണൽ കേട്ടോ. മറ്റേത് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ലേറ്റാവും. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ഒരുമിച്ച് ഫുഡൊന്നും കഴിക്കൂലായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ 2 അനിയത്തിയാളാണെങ്കിലും മുമ്പേ കണക്ക് കൂട്ടി വെച്ചിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണം, ഇതിൽ എത്ര ബൈറ്റ് എടുക്കണം എന്നൊക്കെ ഇവർ ആദ്യമേ ഇരിക്കുമ്പോൾ തന്നെ ഒരു കണക്ക് കൂട്ടി വെക്കും. ഇനിയിപ്പോൾ ടേബിൾ അവിടെ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും ബാങ്ക് കൊടുക്കാൻ നേരമായി, ടേബിളിലൊക്കെ ഫുഡ് വെക്കേണ്ട സമയമായി എന്ന് കാണുമ്പോഴേക്കും എൻ്റെ അനിയത്തി കളിക്കാൻ പോയവിടത്തുനിന്ന് വേഗം വന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് വെക്കുന്നവരെ ഓൾ അവിടെ ഇരിക്കും. എന്നിട്ട് ഓക്ക് വേണ്ടതൊക്കെ ഓൾ നോക്കി വെക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓൾ നോമ്പെടുത്താണോ ചോദിച്ചാൽ നമ്മളിപ്പോൾ അതിന് വല്ലതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുട്ടികളല്ലേ അല്ലേ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയാൾ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ 5 രൂപേൻ്റെ കിൻഡർ ജോയ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ എന്തൊക്കെയോ മുട്ടായി അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉമ്മ ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ മുട്ടായി ഒരു പ്രശ്നമില്ലാതെ ഇന്നെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നെ അലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഞാനൊരു ലിച്ചി ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു 10-ൻ്റെ. അപ്പം അങ്ങനെ ആ വാങ്ങിച്ച ഇതിൽ എന്താക്കി മരുന്ന് ഒഴിച്ചിട്ട് ഇന്നെ പ്രാങ്ക് ചെയ്തതാ സംഭവം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാൻ്റെയൊക്കെ കുറേ വാക്കിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല എന്നൊക്കെ റിലാക്സ് ആക്കിയത് എനിക്കാ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഉമ്മാനോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ വീണ്ടും തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ എന്താക്കും, അത്താഴത്തിന് നമ്മൾക്ക് മര്യാദക്ക് ഫുഡ് പോകാത്ത അവസ്ഥ വരും കേട്ടോ. അത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ദിവസത്തിൻ്റെ ടൈമിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ജ്യൂസ് രണ്ടും അവസാനം വന്നത് മൊത്തം ഞാൻ തന്നെ ആ ഒരു ഇരുത്തത്തിൽ മൊത്തം ഇരുന്ന് കുടിച്ചേക്കണ കേട്ടോ ഞാൻ. എനിക്ക് അങ്ങനത്തെ കഴിവ് എനിക്ക് കൂടുതലാണ്. നിങ്ങളാരെങ്കിലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതൊക്കെയല്ല ഭയങ്കര ഒരു എന്താ പറയുക നന്മ ചെയ്യും. പ്രത്യേകിച്ച് റമദാനൊക്കെ അല്ലേ, കൂലി കിട്ടിയാലും നിങ്ങൾക്ക്. അങ്ങനെ ജ്യൂസ് മൊത്തം ഞാൻ വയറ് നിറയെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇന്ന് അത്താഴം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വയറ് ഫുള്ളായതുകൊണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഇരിക്കുക നോട്ട് കംപ്ലീറ്റ് ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ നിൽക്കല്ലേ ഈടെയായിട്ട്, കാരണം സ്കൂളിൽ ഫ്രീ ആയി ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് ഇനിയും നമ്മളെ സപ്പോർട്ടാക്കണം. ആൻഡ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ
കമൻറ്റ് ഇടുക. ആൻഡ് നിങ്ങളെ ഒരുപാട് അഭിപ്രായം ഉണ്ടല്ലോ വീഡിയോസിനൊക്കെ പറ്റിയിട്ട്, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി, അത് ഫ്രീ ആണ്. ആൻഡ് ദിസ് ഈസ് മൈ ജേർണൽ ഗൈസ്. ജേർണൽ എന്ന് പറയാൻ പറ്റില്ല, എന്തെല്ലോ അതിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ DP ഇടാം. അപ്പോൾ ബയോയിലുണ്ടാവും കേട്ടോ യൂട്യൂബിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മാപ്പ് ഞാനിപ്പോൾ പൊടി തട്ടി എടുത്തതാണ് കേട്ടോ. അപ്പം എന്തായാലും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.